വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ള ടോപ്പിക്സ് എന്നുള്ളത് FM ബ്രോഡ്കാസ്റ്റിംഗ്, FM സ്റ്റേഷൻസ് ഇൻ കേരള, കമ്മ്യൂണിറ്റി റേഡിയോ, മോജോ, റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് ഇൻ ദ ഡിജിറ്റൽ ഇറ. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. ജേർണലിസത്തിൽ FM ബ്രോഡ്കാസ്റ്റിംഗ് എന്നുള്ളത് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റോളാണെന്നുള്ളത്. പ്രൊവൈഡിങ് എ മീഡിയം ഫോർ ഡിസമിനേറ്റിംഗ് ന്യൂസും ഇൻഫോർമേഷനും റേഡിയോയിലൂടെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മീഡിയ ആണ് FM ബ്രോഡ്കാസ്റ്റിംഗ് എന്നുള്ളത്. വൈൽ ട്രഡീഷണലി ലിമിറ്റഡ് ടു പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റേഴ്സ് ലൈക്ക് ഓൾ ഇന്ത്യ റേഡിയോ, private FM radio stations in India are increasingly advocating for the right to broadcast news and current affairs content. പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റേഴ്സൊക്കെ ട്രഡീഷണലി ലിമിറ്റഡ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റേഴ്സൊക്കെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അഡ്വക്കേറ്റ് ചെയ്യുന്നുള്ളത് ഫോർ ദ റൈറ്റ് ടു ബ്രോഡ്കാസ്റ്റ് ന്യൂസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് കണ്ടൻറ്റ്. ന്യൂസും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് കണ്ടൻറ്റൊക്കെ ബ്രോഡ്കാസ്റ്റ് ചെയ്യാനുള്ള റൈറ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റേഴ്സൊക്കെ വാദിക്കുന്നുണ്ട്. ഒരുപാട് രാജ്യങ്ങളിൽ ഇന്ത്യയിലടക്കം പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റേഴ്സ് ആയിട്ടുള്ള ഓൾ ഇന്ത്യ റേഡിയോ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ന്യൂസും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് കണ്ടൻറ്റൊക്കെ FM റേഡിയോയിലൂടെ ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് റെസ്പോൺസിബിളാണ്. പ്രൈവറ്റ് FM റേഡിയോ സ്റ്റേഷൻസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മ്യൂസിക് അതുപോലെ തന്നെ മറ്റുള്ള എൻ്റർടൈൻമെൻറ്റ് കണ്ടൻറ്റൊക്കെയാണ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുള്ളത്. അതിനുള്ള ലൈസൻസാണ് പ്രൈവറ്റ് FM റേഡിയോക്ക് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ എന്ന് വെച്ചാൽ ഒരു ഗ്രോയിങ് പുഷ് അവർക്ക് നൽകുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ന്യൂസും കറണ്ട് അഫയേഴ്സും ഒക്കെ ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രോയിങ് പുഷ് അവർക്ക് ലഭിക്കുന്നുണ്ട്. പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റേഴ്സിനെ പോലെയും അതുപോലെ തന്നെ ന്യൂസും കറണ്ട് അഫയേഴ്സും ടെലിവിഷൻ ചാനൽസ് പോലെയും ന്യൂസും കറണ്ട് അഫയേഴ്സൊക്കെ ആ ഒരു കണ്ടൻറ്റൊക്കെ ബ്രോഡ്കാസ്റ്റ് ചെയ്യാനുള്ള സെയിം റൈറ്റിന് വേണ്ടിയിട്ട് പ്രൈവറ്റ് FM സ്റ്റേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, വാദിക്കുന്നുണ്ട് ആ ഒരു അവകാശത്തിന് വേണ്ടിയിട്ട്. പ്രൈവറ്റ് FM സ്റ്റേഷൻസിന് ന്യൂസും കറണ്ട് അഫയേഴ്സും ആ ഒരു കണ്ടൻസൊക്കെ ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ അലോ ചെയ്യുന്നതോടുകൂടി എന്ത് ചെയ്യുന്നുണ്ട്, ലോക്കൽ ന്യൂസ് കവറേജിന് എൻഹാൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അൾട്ടർനേറ്റീവ് പേഴ്സ്പെക്റ്റീവ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള മീഡിയ ഫോംസൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് ആ ഒരു ഓഡിയൻസിലേക്ക് ന്യൂസും കറണ്ട് അഫയേഴ്സൊക്കെ എത്തിച്ചേരുന്നുണ്ട്. ഇൻ്റഗ്രേഷൻ ഓഫ് ഡിജിറ്റൽ ടെറസ്ട്രിയൽ ബ്രോഡ്കാസ്റ്റിംഗ് മോഡൽസ് എന്ത് ചെയ്യുന്നുണ്ട്, കറൻ്റ്ലി യൂസ്ഡ് ഫോർ ടെലിവിഷൻ ട്രാൻസ്മിഷൻ. അതുപോലെ തന്നെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് ദ റേഞ്ച് ആൻഡ് എൻവിറോൺമെൻറ്റൽ പെർഫോമൻസ് ഓഫ് റേഡിയോ ട്രാൻസ്മിഷൻ ഇൻ ദ ഫ്യൂച്ചർ. പൊട്ടൻഷ്യലി ഇമ്പാക്റ്റ് ചെയ്യുന്നുള്ളത് FM ബ്രോഡ്കാസ്റ്റിങ്ങിനെയാണ്. കേരളത്തിൽ ഒരുപാട് FM സ്റ്റേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ജേർണലിസത്തിൽ ഒരു റോള് പ്ലേ ചെയ്യുന്നുണ്ട്. ഇൻക്ലൂഡിങ് ബോത്ത് ഗവൺമെൻറ് ഓൺഡ് ആൻഡ് പ്രൈവറ്റ്ലി ഓൺഡ് സ്റ്റേഷൻസ് ഉണ്ട്. ഓൾ ഇന്ത്യ റേഡിയോ എന്നുള്ളത് വാരിയസ് സ്റ്റേഷൻസ് അക്രോസ് ദി സ്റ്റേറ്റ് ആൻഡ് പ്രൈവറ്റ് FM സ്റ്റേഷൻസിൽ റേഡിയോ മിർച്ചി, റെഡ് FM, ക്ലബ് FM ഒക്കെയാണെന്നുള്ളത്. ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ന്യൂസും കറണ്ട് അഫയേഴ്സ് പ്രോഗ്രാമൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് ഓൺഡ് ആയിട്ടുള്ള സ്റ്റേഷൻസ് ഓൾ ഇന്ത്യ റേഡിയോക്ക് ഒരുപാട് സ്റ്റേഷൻസ് കേരളത്തിലുണ്ട്. ഇൻക്ലൂഡിങ് ദോസ് ബ്രോഡ്കാസ്റ്റിംഗ് ഇൻ മലയാളം. അവർ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് ന്യൂസ്, കറണ്ട് അഫയേഴ്സ് അതുപോലെ തന്നെ പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. ആകാശവാണി എന്നുള്ളത് ദിസ് ഈസ് എ കീ പാർട്ട് ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ. ഓഫർ ചെയ്യുന്നത് എ വെറൈറ്റി ഓഫ് പ്രോഗ്രാമിംഗ് ഇൻക്ലൂഡിങ് ന്യൂസ് ആൻഡ് പബ്ലിക് സർവീസ് അനൗൺസ്മെൻറ്റ്സ്. ഇനി ഓൾ ഇന്ത്യ റേഡിയോ FM പറയുമ്പോൾ ഈ ഒരു സ്റ്റേഷൻ ഫോക്കസ് ചെയ്യുന്നുള്ളത് ഓൺ മ്യൂസിക് ബട്ട് ഓൾസോ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് സം ന്യൂസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് പ്രോഗ്രാമിംഗ്. പ്രൈവറ്റ് FM സ്റ്റേഷൻസ് റേഡിയോ മിർച്ചി പോപ്പുലർ ആയിട്ടുള്ള FM സ്റ്റേഷനാണ് വിത്ത് എ മിക്സ് ഓഫ് എൻ്റർടൈൻമെൻറ്റ് ആൻഡ് ന്യൂസ് സേസ് ഓൺലൈൻ റേഡിയോ FM. ക്ലബ് FM എ സ്റ്റേഷൻ വിത്ത് എ ഫോക്കസ് ഓൺ മ്യൂസിക് ആൻഡ് ന്യൂസ് ആണ് ക്ലബ് FM എന്നുള്ളത്. റേഡിയോ മാംഗോ എസ്റ്റാബ്ലിഷ്ഡ് ആസ് എ വെഞ്ചർ ഓഫ് ദ മലയാള മനോരമ ഗ്രൂപ്പ് സേസ് റേഡിയോ മാംഗോ. റേഡിയോ മീഡിയ വില്ലേജ് എന്നുള്ളത് ഈ ഒരു കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ഫോക്കസ് ചെയ്യുന്നുള്ളത് ലോക്കൽ ന്യൂസും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി റിലേറ്റഡ് ഇഷ്യൂസാണ് അക്കോർഡിംഗ് ടു ദർ വെബ്സൈറ്റ്. റേഡിയോ DC എന്നുള്ളത് കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ഓപ്പറേറ്റഡ് ബൈ ദ DC സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ടെക്നോളജി. ഇനി മറ്റുള്ള FM സ്റ്റേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റേഡിയോ കേരളം, റേഡിയോ മറ്റോളി എന്നാണ് പറയുന്നത്. റേഡിയോ കേരളം എന്നുള്ളത് ഡിജിറ്റൽ റേഡിയോ സ്റ്റേഷൻ ഓഫറിംഗ് എ മിക്സ് ഓഫ് ന്യൂസ്, എൻ്റർടൈൻമെൻറ്റ് ആൻഡ് മലയാളം ലാംഗ്വേജ് പ്രോഗ്രാമിംഗ്. റേഡിയോ മാറ്റോളി എ കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ഫോക്കസ് ചെയ്യുന്നുള്ളത് ലോക്കൽ ന്യൂസ് ആൻഡ്
ഇഷ്യൂസ് ഇൻ വയനാട് ഡിസ്ട്രിക്റ്റിലെ ന്യൂസും ഇഷ്യൂസും ലോക്കൽ ന്യൂസും ഇഷ്യൂസും ഫോക്കസ് ചെയ്യുന്നുള്ള കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷനാണിത്. കമ്മ്യൂണിറ്റി റേഡിയോ ഇൻ കേരള പ്ലേ ചെയ്യുന്നുള്ളത് ഒരു വൈറ്റൽ റോൾ ഇൻ ജേർണലിസം, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എ പ്ലാറ്റ്ഫോം ഫോർ ലോക്കൽ വോയിസസ് ആൻഡ് ഫോസ്റ്റർ ചെയ്യുന്നുണ്ട് കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ്, പെർട്ടിക്കുലർലി ഇൻ ഏരിയാസ് ഫോർ ആക്സസ് ടു മെയിൻ സ്ട്രീം മീഡിയ ഇസ് ലിമിറ്റഡ്. ഈ ഒരു സ്റ്റേഷൻസ് എന്നുള്ളത് പലപ്പോഴും ഫോക്കസ് ചെയ്യുന്നുള്ളത് ഓൺ ടോപ്പിക്സ് റിലവൻറ്റ് ടു ലോക്കൽ കമ്മ്യൂണിറ്റീസ്, ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അഗ്രികൾച്ചർ, health care, education and disaster preparedness, and may even future programs in regional languages or tribal dialects. Key features of community radio in Kerala's journalism. ഫോക്കസ് ചെയ്യുന്നുള്ളത് ലോക്കലിനെയാണ്. കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻസ് പ്രിയോറിറ്റി നൽകുന്നുള്ളത് ലോക്കൽ ന്യൂസ് ആൻഡ് ഇഷ്യൂസ് കാറ്ററിങ് ടു ദ സ്പെസിഫിക് നീഡ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ദ ടാർഗറ്റ് ഓഡിയൻസ്. ആ ഒരു ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ആ ഒരു ഇൻട്രസ്റ്റും നീഡ്സൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക ഈ ഒരു റേഡിയോയിലൂടെ ഉണ്ടാവുക. കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ് എന്നുള്ളത് ഒരുപാട് സ്റ്റേഷൻസ് ആക്റ്റീവ്ലി ഇൻവോൾവ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഇൻ പ്രോഗ്രാം ക്രിയേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്, ഫോസ്റ്റർ ചെയ്യുന്നുണ്ട് സെൻസ് ഓഫ് ഓണർഷിപ്പ് ആൻഡ് പാർട്ടിസിപ്പേഷൻ. അതുപോലെ തന്നെ ഇൻഫോർമേഷൻ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നുണ്ട്. ഇൻ ഏരിയാസ് ഫോർ മെയിൻ സ്ട്രീം മീഡിയ കവറേജ് ഈസ് ലിമിറ്റഡ്, കമ്മ്യൂണിറ്റി റേഡിയോ എന്നുള്ളത് സെർവ് ചെയ്യുന്നുള്ളത് ആസ് എ ക്രൂഷ്യൽ സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ ആൻഡ് ന്യൂസ്. ഇൻഫോർമേഷനും ന്യൂസൊക്കെ സെർവ് ചെയ്യുന്നതിൽ ഒരു ക്രൂഷ്യൽ സോഴ്സ് ആയിട്ടാണ് കമ്മ്യൂണിറ്റി റേഡിയോ ഉള്ളത്. ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസാണ് ഫോക്കസ് ചെയ്യുന്നുള്ളത്. ഒരുപാട് സ്റ്റേഷൻസ് പ്രിയോറിറ്റി നൽകുന്നുണ്ട് പ്രോഗ്രാംസ് ദാറ്റ് അഡ്രസ് ചെയ്യുന്നുണ്ട് ഡെവലപ്മെൻറ്റ് challenges in the service areas such as poverty, literacy and environmental issues. അതുപോലെ തന്നെ ട്രെയിനിങ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ്. സം കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻസ് ഓഫർ ചെയ്യുന്നത് ട്രെയിനിങ് പ്രോഗ്രാംസ് ടു ലോക്കൽ ജേർണലിസ്റ്റ്, മീഡിയ പ്രൊഫഷണൽസ് ആൻഡ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്. എൻഹാൻസ് ചെയ്യുന്നുണ്ട് ദർ സ്കിൽസ് ഇൻ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ജേർണലിസം. ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ്സിലുള്ള റോള്. കമ്മ്യൂണിറ്റി റേഡിയോ എന്നുള്ളത് ക്യാൻ പ്ലേ എ വൈറ്റൽ റോൾ ഇൻ ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ്, പ്രൊവൈഡ് ചെയ്യുന്നത് ടൈംലി ഇൻഫർമേഷൻ ആൻഡ് അലേർട്സ് ടു എഫക്റ്റഡ് കമ്മ്യൂണിറ്റീസ്. എഫക്റ്റഡ് കമ്മ്യൂണിറ്റീസിനെ അലേർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ ടൈംലി ഇൻഫർമേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റിപ്രസെൻറ്റേഷൻ ഓഫ് മാർജിനലൈസ്ഡ് വോയിസസ്. ചില സ്റ്റേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട് ആക്റ്റീവ്ലി ഫ്യൂച്ചർ പ്രോഗ്രാംസ് ഇൻ റീജിയണൽ ലാംഗ്വേജ് ആൻഡ് ട്രൈബൽ ഡയലക്ട്സ്, ഗിവിങ് വോയിസ് ടു മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ്. മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസിന് ഒരു വോയിസ് നൽകുന്നുണ്ട്. ഈ ഒരു മാർജിനലൈസ്ഡ് വോയിസസ് റിപ്രസെൻറ്റേഷനിലൂടെ ഈ ഒരു മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസിന് ഒരു വോയിസ് നൽകുകയും ചെയ്യുന്നുള്ളത്. എക്സാമ്പിൾ ഓഫ് കമ്മ്യൂണിറ്റി റേഡിയോ ഇൻ കേരള: റേഡിയോ കൊച്ചി 90 FM, റേഡിയോ മാറ്റോലി 90.4 FM. ഈ ഒരു റേഡിയോ കൊച്ചി 90 FM എന്നുള്ളത് ദ ഫസ്റ്റ് കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ഇൻ എറണാകുളം, നോൺ ഫോർ ഇറ്റ്സ് ഡിവേഴ്സ് പ്രോഗ്രാമിംഗ് ആൻഡ് ഫോക്കസ് ചെയ്യുന്നുള്ളത് ലോക്കൽ ഇഷ്യൂസിനെയാണ്. റേഡിയോ മാറ്റോലി 19.4 FM എന്നുള്ളത് കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ഇൻ വയനാടാണ്. അതുപോലെ തന്നെ ദാറ്റ് സ്പെഷ്യലൈസ് ചെയ്യുന്നുള്ളത് ഇൻ പ്രോഗ്രാംസ് ഇൻ ദ പനിയ ആൻഡ് വെട്ടക്കുറുമ ട്രൈബൽ ഡയലക്ട്സ്. കേരളത്തിൽ മോജോ എന്നുള്ള റെഫർ ചെയ്യുന്നുള്ളത് മൊബൈൽ ജേർണലിസം ആണ്. എ ടൈപ്പ് ഓഫ് ജേർണലിസം ദാറ്റ് യൂട്ടിലൈസ് ചെയ്യുന്നുള്ളത് മൊബൈൽ ഡിവൈസസ് ലൈക്ക് സ്മാർട്ട് ഫോൺസ് ആൻഡ് ടാബ്ലറ്റ്സ് ടു ക്യാപ്ചർ, എഡിറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ന്യൂസ് സ്റ്റോറീസൊക്കെ ക്യാപ്ചർ ചെയ്യാൻ അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുള്ള സ്മാർട്ട് ഫോൺസും ടാബ്ലറ്റ്സും ഒക്കെയാണ്. മൊബൈൽ ജേർണലിസം എന്നുള്ളത് എംബ്രേസ്ഡ് ബൈ മീഡിയ ഓർഗനൈസേഷൻസ് ആൻഡ് ഈവൻ ഗവൺമെൻറ് ബോഡീസ് ലൈക്ക് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ ഓഫീസേഴ്സ് അലോ ചെയ്യുന്നുണ്ട് ഫോർ റിയൽ ടൈം അപ്ഡേറ്റ്സ് അതുപോലെ തന്നെ ക്വിക്ക് പബ്ലിക്കേഷൻ ഓഫ് മൾട്ടി മീഡിയ കണ്ടൻ്റ് ഒക്കെ അലോ ചെയ്യുന്നുണ്ട്. ഇനി ഡെഫിനിഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ മൊബൈൽ ജേർണലിസം എന്നുള്ളത് ഈസ് എ ഫോം ഓഫ് ജേർണലിസം വേർ റിപ്പോർട്ടേഴ്സ് യൂസ് മൊബൈൽ ഡിവൈസസ് ടു ഗാദർ, എഡിറ്റ് ആൻഡ് ഡിസെമിനേറ്റ് ന്യൂസ് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടും എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഗാദർ ചെയ്യാൻ വേണ്ടിയിട്ടും റിപ്പോർട്ടേഴ്സ് മൊബൈൽ ഡിവൈസസ് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു മൊബൈൽ ജേർണലിസം എന്നുള്ളത്. റൈസ് ഇൻ കേരള. മൊബൈൽ ജേർണലിസം എന്നുള്ളത് ഗൈനിങ് ട്രാക്ഷൻ ഇൻ കേരള വിത്ത് മീഡിയ organizations and government bodies like the district information office at Kakkanad adopting it. ഇനി ബെനിഫിറ്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ മൊബൈൽ ജേർണലിസം ഓഫർ ചെയ്യുന്നുണ്ട് അഡ്വാൻറ്റേജ് ഓഫ് ഇമ്മീഡിയറ്റ് പബ്ലിഷിംഗ്, പെട്ടെന്ന് പബ്ലിഷ് ചെയ്യാൻ പറ്റും. അലോയിങ് ന്യൂസ് ടു ബി ഷെയർഡ് ഡയറക്ട്ലി ഫ്രം ദ ഫീൽഡ് ആൻഡ് ഓൺ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്.
ഇൻ ദ ഡിജിറ്റൽ എറ റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് എന്നുള്ളത് ഡെസ്പൈറ്റ് ഇറ്റ്സ് ഹിസ്റ്റോറിക്കൽ റൂട്ട്സ് കണ്ടിന്യൂസ് ടു ഇവോൾവ്. അതുപോലെ തന്നെ ന്യൂസ് ടെക്നോളജി സ്ട്രാറ്റജീസ് ഒക്കെ പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ട്, ഓഡിയൻസിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ചേഞ്ചിങ് മീഡിയ ലാൻഡ്സ്കേപ്പ് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും. ഈ ഒരു ഇവല്യൂഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എംബ്രേസിങ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ലൈക്ക് പോഡ്കാസ്റ്റ്, മൊബൈൽ ആപ്സ് ആൻഡ് സ്ട്രീമിംഗ് സർവീസസ്. റേഡിയോ സ്റ്റേഷൻസ് എന്നുള്ളത് ഓൾസോ യൂട്ടിലൈസിങ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട് എന്തിനെ, ടു എൻഗേജ് വിത്ത് ലിസണേഴ്സിനെ എൻഗേജ് ചെയ്യിപ്പിക്കാനും അതുപോലെ തന്നെ മോർ പാർട്ടിസിപ്പേറ്ററി പ്രൊഡക്ഷൻ കൾച്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും. അതുപോലെ തന്നെ കീ അഡാപ്റ്റേഷൻസ് ആൻഡ് സ്ട്രാറ്റജീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് എന്നുള്ളത് റേഡിയോ സ്റ്റേഷൻസ് ഇൻക്രീസിംഗ്ലി യൂസിങ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ലൈക്ക് പോഡ്കാസ്റ്റ്, മൊബൈൽ ആപ്സ് ആൻഡ് സ്ട്രീമിംഗ് സർവീസസ് ടു ഡിസ്ട്രിബ്യൂട്ട് ദർ കണ്ടന്റ്. അവരുടെ കണ്ടന്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ എൻഗേജ്മെൻറ്റിലൂടെ അവരുടെ ഓഡിയൻസ് ആയിട്ട് ഒരു സ്ട്രോങ്ങർ കണക്ഷൻ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ബിൽഡ് ചെയ്യുന്നുണ്ട്. ഹൈപ്പർ ലോക്കൽ മീഡിയ, ദർ ഇസ് എ ഗ്രോയിങ് ഫോക്കസ് ഓൺ ഹൈപ്പർ ലോക്കൽ മീഡിയ വിത്ത് റേഡിയോ സ്റ്റേഷൻസ് ടൈലറിംഗ് കണ്ടന്റ് ടു സ്പെസിഫിക് ലോക്കൽ കമ്മ്യൂണിറ്റീസ്. റേഡിയോ ബ്രോഡ്കാസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് ഡാറ്റ അനാലിറ്റിക്സ് എന്തെന്ന് വെച്ചാൽ ടു അണ്ടർസ്റ്റാൻഡ് ലിസണർ പ്രിഫറൻസ് ആൻഡ് പേഴ്സണലൈസ്ഡ് കണ്ടന്റ് ഡെലിവറി. ഫ്യൂച്ചർ ടെക്നോളജീസ് ആയിട്ടുള്ള ഹൈബ്രിഡ് ബ്രോഡ്കാസ്റ്റിംഗ്, ഇമ്മേഴ്സീവ് ഓഡിയോ, ഇൻ്റഗ്രേഷൻ വിത്ത് സ്മാർട്ട് ഡിവൈസസ് ആൻഡ് ദ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ഓഫർ ചെയ്യുന്നുണ്ട് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ഫോർ എക്സ്പാൻഡിങ് സർവീസ് ആൻഡ് റീച്ചിങ് ന്യൂ ഓഡിയൻസസ്. ഇൻറ്ററാക്റ്റീവ് എക്സ്പീരിയൻസസ് എൻഹാൻസ് ചെയ്യുന്നുണ്ട് ദ ലിസണിങ് എക്സ്പീരിയൻസ് വിത്ത് ഇൻറ്ററാക്റ്റീവ് ഫ്യൂച്ചേഴ്സ്. യൂസർ ജനറേറ്റഡ് കണ്ടന്റ് ആൻഡ് വിഷ്വൽ elements is becoming increasingly popular. ഈ ഒരു ജനറേറ്റഡ് കണ്ടന്റ് യൂസർ അതുപോലെ തന്നെ വിഷ്വൽ എലമെൻറ്റ്സ് എന്നുള്ളത് പോപ്പുലറായിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സസ്റ്റൈനബിലിറ്റി ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി റേഡിയോ ബ്രോഡ്കാസ്റ്റേഴ്സ് ഫോക്കസ് ചെയ്യുന്നുണ്ട് അഡ്രസ്സിങ് എൻവിറോൺമെൻറ്റൽ ഇഷ്യൂസ് ആൻഡ് പ്രൊമോട്ടിംഗ് ഡിവേഴ്സിറ്റി ഇൻ ദർ പ്രോഗ്രാമിംഗ്. ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ഇമ്പോർട്ടൻസ് ഓഫ് സസ്റ്റൈനബിലിറ്റി ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെയും സസ്റ്റൈനബിലിറ്റിയുടെയും ഇമ്പോർട്ടൻസ് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ചലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഓഡിയൻസ് ഫ്രാഗ്മെൻറ്റേഷൻ എന്നുള്ളത് ഡിജിറ്റൽ ലാൻഡ്സ്കേപ്പ് കാരണമായിട്ട് ഓഡിയൻസിലേക്ക് ഒരു ഫ്രാഗ്മെൻറ്റേഷനായിട്ട് നയിക്കുന്നുണ്ട്. ഇത് കാരണമായിട്ട് ബ്രോഡ്കാസ്റ്റേഴ്സിന് ഒരു വെല്ലുവിളിയായിട്ട് ഡിജിറ്റൽ ലാൻഡ്സ്കേപ്പ് എന്നുള്ളത് ബ്രോഡ്കാസ്റ്റേഴ്സിനെ വെല്ലുവിളിയായിട്ട് മാറുന്നുണ്ട് ടു റീച്ച് ആൻഡ് എൻഗേജ് വിത്ത് ദ ടാർഗറ്റ് ഓഡിയൻസ്. ബ്രോഡ്കാസ്റ്റേഴ്സ് ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസ് അവരുടെ എൻഗേജ് അതുപോലെ തന്നെ അവരുടെ റീച്ചിലേക്കുള്ള ഒരു ചലഞ്ചായിട്ട് ഡിജിറ്റൽ ലാൻഡ്സ്കേപ്പ് മാറുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്സിൽ ഇത്രയൊക്കെ കാര്യങ്ങൾ പറയുന്നുള്ളത്. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടോപ്പിക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഹെൽപ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റേതൊക്കെ ടോപ്പിക്സാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്താൽ ആ ഒരു ടോപ്പിക്സൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഓൾവേസ് കീപ് സപ്പോർട്ടിങ് ആൻഡ് സ്റ്റേ കണക്റ്റഡ് ദിസ് ചാനൽ ഫോർ മോർ വീഡിയോസ്.